ദേവീ ശരണം അമ്മേ ലോലാപാംഗേ സുശീലേ നിരുപമവരദേ പർവത പൈതലാളേ സ്ഥൂലോത്തുംഗേ സുഭദ്രേ ശിവനുടെ പകുതിക്കാഹമേ വിശ്വവന്ദ്യേ ആളിടും ഭക്തിയോടെ തവ പദ നളിനം താണു കൂപ്പുന്നിതാ ഭൂപാലേ ലീലേ വസിക്കൻ മനസ്സി സുഹൃത സന്താന വല്ലി സുചില്ലി. ദേവീ ശരണം അമ്മേ. സുപ്രഭാതം, ശുഭദിനം. എല്ലാ ധന്യാത്മാക്കൾക്കും പുലർകാല വന്ദനം. ശ്രീമദ് ദേവി ഭാഗവത നിത്യപാരായണ പരമ്പരയുടെ ഇന്നത്തെ യജ്ഞവേദിയിലേക്ക് എല്ലാ സജ്ജനങ്ങൾക്കും സുസ്വാഗതം. ശ്രീമദ് ദേവി ഭാഗവതം അഷ്ടമസ്കന്ധം ഏകാദശാധ്യായം ആണ് ഇന്നലെ അവലോകനം ചെയ്ത് നിർത്തിയത്. ജംബൂദ്വീപ വർണ്ണനകളാണ് നമ്മൾ കഴിഞ്ഞ കുറേ അധ്യായങ്ങളിലൂടെ വിവരിച്ച് കേട്ടത്. അതിനുശേഷം ഇനി മറ്റുള്ള പ്ലക്ഷം മുതലായിട്ടുള്ള 6 ദ്വീപുകളുടെ വർണ്ണനയാണ് ഇനി ഈ 12ാമത്തെ അധ്യായം മുതൽ നാരായണ ഋഷി നാരദന് ഉപദേശിച്ചു കൊടുക്കുന്നത്. ജംബൂദ്വീപോ യഥാ ജായം യൽ പ്രമാണേന കീർത്തിത താവതാ സർവദക്ഷാരോധദിനാഃ പരിവേഷ്ടിത. ജംബൂദ്വീപിന് എത്രത്തോളം വലിപ്പമുണ്ടോ അത്രത്തോളം വലിപ്പമുണ്ട് ഈ ക്ഷാര സമുദ്രത്തിന്. അതിനെ ചൂഴ്ന്ന് കിടക്കുന്നതായിട്ടുള്ള ഈ ക്ഷാരസമുദ്രമാണ് അതിനെ ചൂഴ്ന്നു കിടക്കുന്നത്. ഈ ലക്ഷദ്വീപിനെ മേരുപർവ്വതം എങ്ങനെയാണോ ജംബൂദ്വീപത്താൽ ചുറ്റപ്പെട്ടിരിക്കുന്നത് അതുപോലെ അതിൻ്റെ ഇരട്ടി വിശാലമായിട്ടുള്ള ലക്ഷദ്വീപിൽ 1,00,000 യോജന വിസ്താരമാണ് ജംബൂദ്വീപത്തിന് എന്ന് പറഞ്ഞു. അതിൻ്റെ ഇരട്ടി എന്ന് പറയുമ്പോൾ 2,00,000 യോജന വിസ്താരമാണ് ലക്ഷദ്വീപിന് എന്ന് മനസ്സിലാക്കണം. ആ ലക്ഷദ്വീപിനാൽ ക്ഷാരസമുദ്രവും ചുറ്റപ്പെട്ടിരിക്കുന്നു. ക്ഷാരസമുദ്രത്തിന് ചുറ്റുമായിട്ടാണ് ഈ ലക്ഷദ്വീപം സ്ഥിതി ചെയ്യുന്നത് എന്നർത്ഥം വരുന്നു. ഒരു കിടങ്ങിനെ എങ്ങനെയാണോ ബാഹ്യത്തിലുള്ള പ്രദേശങ്ങൾ ഭൂമി ചുറ്റിയിരിക്കുന്നത് അതുപോലെയാണ് ലക്ഷദ്വീപും. ഇതിന് ഈ പേര് വരാനുള്ള കാരണം പ്ലക്ഷം എന്നു പേരുള്ള ഒരു വൃക്ഷം അവിടെ ഉണ്ടെന്നാണ് പറയണത്. അപ്പം ജംബൂദ്വീപത്തിന് എന്തിനാ ഈ പേര് വന്നതെന്ന് പറഞ്ഞാൽ ജംബു വൃക്ഷം, ജംബു എന്ന് പറഞ്ഞ വൃക്ഷം ഈ ധാരാളം ഉണ്ടായിരുന്നു ആ കാലത്ത് എന്നുള്ളത് കൊണ്ട് ജംബൂദ്വീപം എന്ന് പേര് കിട്ടി. അതേമാതിരി പ്ലക്ഷം എന്ന് പറഞ്ഞ വൃക്ഷം ആ ദ്വീപിൽ ധാരാളം ഉണ്ടായിരുന്നത് കൊണ്ട് പ്ലക്ഷദ്വീപം എന്ന് അതിന് പേര് കിട്ടി എന്ന് പറയാണ്. ആ വൃക്ഷത്തിൻ്റെ ഈ പ്ലക്ഷം എന്ന് പറഞ്ഞ വൃക്ഷത്തിൻ്റെ ചുവട്ടിലായിക്കൊണ്ട് അഗ്നി ഭഗവാനാണ് ഇരിക്കുന്നത്. സപ്തജിഹ്വൻ എന്ന പ്രസിദ്ധനായിട്ടുള്ള സപ്തജിഹ്വ 7 നാവുകളുള്ള അഗ്നിയാണ് ഇവിടെ ആരാധനാമൂർത്തിയായിട്ട് ഇരിക്കുന്നത്. പ്രിയവ്രതൻ, മനുവിൻ്റെ മൂത്തപുത്രനായ സ്വയംഭൂ മനുവിൻ്റെ മൂത്തപുത്രനായിട്ടുള്ള പ്രിയവ്രതൻ്റെ പുത്രനായിട്ടുള്ള ഇദ്മജിഹ്വനാണ് ഈ ദ്വീപിൻ്റെ അധിപതി എന്ന് പറയാണ്. അഗ്നിയാണ് ഈ ദ്വീപിൻ്റെ അതിദേവത എന്ന് നേരത്തെ പറഞ്ഞു. ഈ ഇദ്മജിഹ്വൻ പ്രിയവ്രതപുത്രനായിട്ടുള്ള ലക്ഷാധിപതിയായിട്ടുള്ള ഇദ്മജിഹ്വൻ ഇതിനെ 7ആയി വിഭജിച്ച് തൻ്റെ പുത്രന്മാർക്ക് കൊടുത്ത് പിന്നീട് അദ്ദേഹം യോഗചര്യ മാർഗം സ്വീകരിച്ച് ഭഗവാനെ ഭജിച്ച് മോക്ഷപദത്തിലേക്ക് പോയി എന്ന് പറയുകയാണ്. അപ്പോൾ ഈ 7 ആയിട്ട് വിഭജിച്ചു ലക്ഷദ്വീപിനെ എന്ന് പറഞ്ഞു. ആ വിഭജിച്ച 7 ഭാഗങ്ങളെ ഏതൊക്കെയാണ്, ദേശങ്ങളെ എന്നിവിടെ പറയണു. അതിനെ ശിവം, യവസം, ഭദ്രം, ശാന്തം, ക്ഷേമം, അമൃതം, അഭയം എന്നിങ്ങനെ 7 വർഷങ്ങളാണ് ഈ ലക്ഷദ്വീപിലുള്ളത്. ഇവിടെ 7 നദികളും 7 പർവ്വതങ്ങളും ഉണ്ട് എന്ന് പറയുന്നു. അരുണ, നൃമ്ണ, അങ്കീരസി, സാവിത്രി, സുപ്രഭാതിക, ഋതംഭര, സത്യംഭര, ഇതാണ് 7 നദികളുടെ പേര്.
മണികൂടം വജ്രകൂടം ഇന്ദ്രസേനൻ ജ്യോതിഷ്മാൻ സുബർണൻ ഹിരണ്യഷ്ഠീവൻ മേഘമാലൻ. ഇതാണ് ഈ പ്ലക്ഷദ്വീപിലുള്ള പ്രസിദ്ധമായിട്ടുള്ള പർവ്വതങ്ങൾ എന്ന് പറയുകയാണ്. നദീജലത്തിൻ്റെ സ്പർശനം കൊണ്ട് തന്നെ ഇവിടെ മാലിന്യങ്ങളെല്ലാം പോയി തമോമുക്തമായവരാണ് ഇവിടുത്തെ പ്രജകൾ എന്ന് പറയുന്നു. അത്രയും പുണ്യമാണ് ഈ നദികൾ. ഹംസൻ, പതങ്കൻ, ഊർധ്വായനൻ, സത്യാംഗൻ എന്നീ പേരിൽ 4 വർണ്ണങ്ങളാണ് പ്ലക്ഷദ്വീപിലുള്ളത്. നമ്മളിവിടെ പറയുന്നില്ലേ ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ എന്ന്. അതുമാതിരി 4 വർണ്ണങ്ങൾ, പ്ലക്ഷദ്വീപിലത്തെ 4 വർണ്ണങ്ങൾ. 1000 വർഷം ആയുസ്സുള്ളവരും ദേവോപന്മാരുമാണ് അവരൊക്കെ. സ്വർഗദ്വാരം എന്ന് വിശേഷിപ്പിക്കുന്നതായിട്ടുള്ള ആദിത്യനെ വേദവിധി പ്രകാരം അവരെ ആരാധിക്കണു. ആദിത്യനാണ് അധിഷ്ഠാന ദേവത, ആരാധനാമൂർത്തി എന്ന് പറയാണ്. ഹേ നാരദരെ, പ്ലക്ഷാദികളായ 5 ദ്വീപുകളിലും ആയുസ്, ഇന്ദ്രിയബലം, ഓജസ്, ബുദ്ധി, മനഃശക്തി, വിക്രമം ഇതെല്ലാം എല്ലാവർക്കും ഒരുപോലെ ജന്മനാ ലഭിച്ചിട്ടുണ്ട് ഈ സിദ്ധികൾ എന്നാണ് പറയണത്. ഇനി പ്ലക്ഷദ്വീപിന് അപ്പുറത്തുള്ള അടുത്ത ദ്വീപാണ് ഇക്ഷുരസോദ്ധാന സമുദ്രമാണ്. ഇക്ഷുരസം എന്ന് പറഞ്ഞാൽ ക്ഷാരസമുദ്രമാണ് ഇപ്പോൾ മുമ്പ് പറഞ്ഞത്. ക്ഷാരം എന്ന് പറഞ്ഞാൽ ഉപ്പ് സമുദ്രം ജംബൂദ്വീപത്തിൽ. പ്ലക്ഷദ്വീപിൽ പോകുമ്പോൾ ഇക്ഷുരസം എന്ന് പറഞ്ഞാൽ കരിമ്പ് നീരിനാണ് ഇക്ഷുരസം. അപ്പോൾ കരിമ്പ് നീരുള്ള സമുദ്രമാണത്ര അവിടെയുള്ളത്. അത് ഈ ഇക്ഷുരസമാകുന്ന ഈ സമുദ്രം ഈ പ്ലക്ഷദ്വീപത്തെ പൂർണ്ണമായും ചൂഴ്ന്നു നിൽക്കുന്നു. അതിനപ്പുറമാണ് പ്ലക്ഷദ്വീപിൻ്റെ ഇരട്ടി വിസ്താരമുള്ള ശാൽമലം എന്ന് പറഞ്ഞ ദ്വീപ്. അപ്പോൾ പ്ലക്ഷത്തിന് 2 ലക്ഷം എന്ന് പറയുമ്പോൾ ശാൽമലം എന്ന് പറഞ്ഞ ദ്വീപിന് 4 ലക്ഷം വിസ്താരമുണ്ട്. അത്രയും തന്നെ വിസ്താരമുള്ള സുരോധം എന്ന സമുദ്രത്താൽ അത് ചുറ്റപ്പെട്ടിരിക്കുന്നു. സുരം എന്ന് പറഞ്ഞാൽ മധ്യത്തിനാണ് സുരം എന്ന് പറയുന്നത്. അപ്പോൾ അവിടുത്തെ സമുദ്രം മധ്യസമുദ്രമാണ്. ആ മധ്യസമുദ്രത്താൽ, സുരോധ സമുദ്രത്താൽ ഈ ശാൽമല ദ്വീപ് ചുറ്റപ്പെട്ടിരിക്കുന്നു. ശാൽമലി വൃക്ഷം ഈ ജംബൂദ്വീപത്തിലും പ്ലക്ഷദ്വീപത്തിലും വൃക്ഷങ്ങളുണ്ട് എന്ന് പറഞ്ഞില്ലേ, അതേമാതിരി അതേ വലിപ്പത്തിലുള്ള ഒരു വൃക്ഷം ഇവിടെയുമുണ്ട്. ശാൽമലി വൃക്ഷമാണ്. അതുകൊണ്ടാണ് ആ ദ്വീപിന് ശാൽമലി വൃക്ഷം എന്ന് പറഞ്ഞ പേര് കിട്ടിയത് എന്നും പറയാണ്. പക്ഷിരാജനായിട്ടുള്ള ഗരുഡൻ്റെ സ്ഥാനമാണ് ഇവിടെ. ഈ ദ്വീപിൻ്റെ നാഥനാണ് യജ്ഞബാഹു ആണ് ഈ ദ്വീപിൻ്റെ നാഥൻ. പ്രിയവ്രതനിൽ നിന്ന് ജനിച്ച അദ്ദേഹത്തിൻ്റെ 7 പുത്രന്മാർക്കായി രാജ്യം വീതിച്ചു കൊടുത്തു. ആ വർഷങ്ങളുടെ പേരും പറയാം, കേട്ടുകൊള്ളൂ എന്ന് പറയാണ്. ആ 7 പുത്രന്മാർക്ക് വീതിച്ചു കൊടുത്തത് സുരോചനം, സൗമനസ്യം, രമണകം, ദേവവർഷകം, പാരിഭദ്രം, ആപ്യായനം, വിജ്ഞാതം ഇവയാണ്